അമേരിക്കയിലെ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ മാസം അതായത് 2026 ജൂലൈയിൽ 2 തവണ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം എത്തും. പലരും ചിന്തിക്കുന്നുണ്ടാകും, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ പണം എത്തുന്നത്? ഇതൊരു ബോണസ് തുകയാണോ, അതോ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളോ മറ്റോ ആണോ? എന്നാൽ ഇതിന് പിന്നിൽ തികച്ചും സാങ്കേതികവും കലണ്ടറുമായി ബന്ധപ്പെട്ടതുമായ ഒരു കാരണമുണ്ട്. അമേരിക്കൻ സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന്റെ കൃത്യമായ നിയമങ്ങളെക്കുറിച്ചും ഈ മാസം ആർക്കൊക്കെയാണ് ഇങ്ങനെ 2 തവണ പണം ലഭിക്കുന്നതുമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താക്കളിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണ് ജൂലൈ മാസത്തിൽ 2 പേയ്മെന്റുകൾ ലഭിക്കുന്നത്. ഇതിന് കാരണം US സർക്കാരിന്റെ വലിയ സാമ്പത്തിക സഹായമല്ല, മറിച്ച് കലണ്ടറിലെ ദിവസങ്ങളുടെ ഒരു പ്രത്യേക ക്രമീകരണമാണ്. ഇതിന് കലണ്ടർ ക്രിക്ക് അഥവാ കലണ്ടറിലെ സാങ്കേതിക വ്യതിയാനം എന്ന് വിളിക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ സെക്യൂരിറ്റിയിൽ തന്നെയുള്ള സപ്ലിമെന്റൽ സെക്യൂരിറ്റി ഇൻകം അഥവാ SSI പദ്ധതിയെക്കുറിച്ചാണ്. അമേരിക്കയിൽ പ്രായമായവർ, വരുമാനമില്ലാത്തവർ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വരുമാനമുള്ളവർ, അതുപോലെ തന്നെ ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാർ എന്നിവർക്ക് നൽകുന്ന പ്രതിമാസ സഹായ ധനമാണ് SSI. സാധാരണ സോഷ്യൽ സെക്യൂരിറ്റി റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണിത്. അമേരിക്കൻ സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന്റെ കൃത്യമായ നിയമപ്രകാരം എല്ലാ മാസത്തെയും SSI തുക വിതരണം ചെയ്യേണ്ടത് ആ മാസം 1-ാം തീയതിയാണ്. ഉദാഹരണത്തിന് ജൂലൈ മാസത്തെ പണം ജൂലൈ 1-ാം തീയതി തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മാസത്തെ 1-ാം തീയതി ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഔദ്യോഗിക ഫെഡറൽ അവധി ദിവസമോ ആയി വന്നാൽ എന്ത് ചെയ്യും? ഇവിടെയാണ് US നിയമം വരുന്നത്. എന്താണ് ഈ നിയമം എന്ന് നോക്കാം. ഗുണഭോക്താക്കൾക്ക് പണം ലഭിക്കാൻ താമസം നേരിടരുത് എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആ തുക തൊട്ടു മുമ്പത്തെ മാസത്തെ അവസാന പ്രവൃത്തി ദിവസത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കും. അതായത് പുതിയ മാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കാൻ സർക്കാർ ശ്രദ്ധിക്കുന്നു. ഈ നിയമമാണ് 2026 ജൂലൈയിൽ സംഭവിക്കുന്നത്. നമുക്ക് കലണ്ടർ ഒന്ന് പരിശോധിക്കാം. 2026 ജൂലൈ 1 ബുധനാഴ്ചയാണ്. അതുകൊണ്ട് ജൂലൈ മാസത്തെ സാധാരണ SSI പേയ്മെന്റ് കൃത്യമായി 1-ാം തീയതി തന്നെ വിതരണം ചെയ്യപ്പെട്ടു. എന്നാൽ ഇതിന് തൊട്ടടുത്ത മാസമായ ഓഗസ്റ്റ് മാസം പരിശോധിച്ചാൽ 2026 ഓഗസ്റ്റ് 1 വരുന്നത് ഒരു ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ബാങ്കുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധിയായതിനാൽ ഓഗസ്റ്റ് മാസത്തെ പേയ്മെന്റ് ഓഗസ്റ്റ് 1-ന് നൽകാൻ സാധിക്കില്ല. അതുകൊണ്ട് നിയമപ്രകാരം ഓഗസ്റ്റ് മാസത്തെ തുക ജൂലൈ മാസത്തെ അവസാന പ്രവൃത്തി ദിനമായ ജൂലൈ 31 വെള്ളിയാഴ്ച ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് മുൻകൂറായി നിക്ഷേപിക്കും. ഫലത്തിൽ SSI കൈപ്പറ്റുന്ന ഒരു വ്യക്തിക്ക് ജൂലൈ 1-ന് ഒരു പേയ്മെന്റും ജൂലൈ 31-ന് രണ്ടാമത്തെ പേയ്മെന്റും ലഭിക്കുന്നു. ഇതുകൊണ്ടാണ് ജൂലൈയിൽ 2 പേയ്മെന്റുകൾ വരുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗുണഭോക്താക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന അധിക പണമോ അല്ലെങ്കിൽ ബോണസോ അല്ല. നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കേണ്ട തുക ഒരു ദിവസം മുമ്പ് ലഭിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിൽ ഇവർക്ക് പ്രത്യേകം പേയ്മെന്റുകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ജൂലൈ 31-ന് ലഭിക്കുന്ന പണം ഓഗസ്റ്റ് മാസത്തെ ചെലവുകൾക്കായി കൃത്യമായി മാറ്റിവെക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അടുത്ത സെപ്റ്റംബർ 1 വരെ ഇവർക്ക് മറ്റു പേയ്മെന്റുകൾ ലഭിക്കത്തില്ല. 2026-ൽ ഈ മാറ്റം വരുന്ന മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജൂലൈ 1 ജൂലൈ മാസത്തെ സാധാരണ പേയ്മെന്റ് ലഭിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ജൂലൈ 31 അന്ന് ലഭിക്കുന്നത് ഓഗസ്റ്റ് മാസത്തെ പേയ്മെന്റ് ആണ്. പിന്നെ വരുന്നത് ഒക്ടോബർ 30 അവിടെ ലഭിക്കുന്നത് നവംബർ മാസത്തെ പേയ്മെന്റ് ആണ്. പിന്നെ ഉള്ളത് ഡിസംബർ 31 ഡിസംബർ 31-ന് ലഭിക്കുന്നത് 2027 ജനുവരി മാസത്തെ പേയ്മെന്റ് ആണ്. ഈ മാസങ്ങളിൽ എന്തുകൊണ്ടാണ് പേയ്മെന്റുകൾ നേരത്തെ ലഭിക്കുന്നത് എന്ന് കൂടെ നോക്കാം. 2026 വർഷത്തിൽ ഈ പ്രതിഭാസം ജൂലൈയിൽ മാത്രമല്ല ഒക്ടോബറിലും ഡിസംബറിലും ആവർത്തിക്കുന്നുണ്ട്. നവംബർ 1-ാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് ഒക്ടോബർ 30-നും ജനുവരി 1-ാം തീയതി ഫെഡറൽ അവധി ആയതുകൊണ്ട് ഡിസംബർ 31-നും ഗുണഭോക്താക്കൾക്ക് 2 പേയ്മെന്റുകൾ വീതം ലഭിക്കും. മറ്റൊരു പ്രധാന മാറ്റം, നിലവിൽ ഈ സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റുകൾ ഭൂരിഭാഗവും ഡയറക്റ്റ് ഡെപ്പോസിറ്റ് വഴിയോ ഡെബിറ്റ് കാർഡുകൾ വഴിയോ ആണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. പഴയതുപോലെ പേപ്പർ ചെക്കുകൾ വഴിയുള്ള വിതരണം സർക്കാർ ഘട്ടം ഘട്ടമായി നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പണം വേഗത്തിലും സുരക്ഷിതമായും ഗുണഭോക്താക്കളിൽ എത്താൻ സഹായിക്കുന്നു. ഒരൊറ്റ മാസത്തിൽ 2 പേയ്മെന്റുകൾ വരുന്നത് കാണുമ്പോൾ ആരും ഇതൊരു അപ്രതീക്ഷിത സമ്മാനമായി കരുതി പെട്ടെന്ന് വലിയ ചെലവുകൾ ചെയ്യരുത്. ഇത് കേവലം US ഭരണകൂടത്തിന്റെ കലണ്ടർ മാനേജ്മെന്റ് മാത്രമാണ്.
സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് പുതിയ മാസം തുടങ്ങുമ്പോൾ തന്നെ ബില്ലുകളും മറ്റ് അവശ്യ സാധനങ്ങളും വാങ്ങാൻ തുക ലഭ്യമാക്കുക എന്ന നല്ലൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്.